മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഒരുമിച്ച് കൈകോർത്തിരിക്കുകയാണ്. അമ്മയുടെ ജന്മനാൾ കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ടു. 12, 13, 14 തീയതികളിൽ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ജെറുസലേം നാഥയുടെ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് പ്രത്യേകമായൊരു അനുഗ്രഹം മാതാവ് എത്തിച്ചു തരും. കാരണം മാതാവിൻ്റെ ജന്മത്തിരുന്നാൾ കഴിഞ്ഞ് 7 നാൾ ദിവസങ്ങളിൽ മാതാവ് ഭവനങ്ങളിൽ കടന്നു വന്ന് അനുഗ്രഹിക്കുമെന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന സന്ദേശം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും പലവിധ നിയോഗങ്ങളുമായി കോടിയർച്ചനയിലും മാതാവിൻ്റെ കിരീട ധാരണത്തിലും പങ്കുചേർന്ന ധാരാളം മക്കൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. ഇതാ നമുക്ക് വേണ്ടി, നമുക്ക് മാത്രമായിട്ട് ഇതൊരു വചനം തരുന്നു. സങ്കീർത്തനം 54:7. എന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും 54:7. സങ്കീർത്തനം 54:7. അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ചു. ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു. മകളെ, നീ മാനസികമായി തളർന്നവനാണോ? നീ ശാരീരികമായി രോഗപീഠകളാൽ തകർന്നു പോയി കിടക്കുന്നവനാണോ? തളർന്നു കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും, കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലും, കാണാനും കേൾക്കാനും സംസാരിക്കാനും കഴിയുന്നില്ലെങ്കിലും മറ്റു പല കഴിവുകളും ദൈവം നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിക്കുവാൻ കർത്താവിന് സാധിക്കുമെന്ന തിരിച്ചറിവാണ് മകനെ, മകളെ നിന്നെ വ്യത്യസ്തനാക്കുന്നത്. സന്തോഷത്തിൻ്റെ ഒരു വാതിലടയുമ്പോൾ വേറൊന്ന് തുറന്നു കിടക്കുന്നുണ്ട്. കൂടെയുള്ളവർ അസ്വസ്ഥരായാലും, എല്ലാവിധ സാഹചര്യങ്ങളും എതിരായി വന്നാലും, തിരമാലകൾ പോലെ പ്രശ്നങ്ങൾ ഒന്നിനുമേൽ ഒന്നായി കടന്നു വന്നാലും, കൂടെയുള്ളവർ എതിരായാലും, കുരിശിനെ കെട്ടിപ്പിടിച്ച പ്രാർത്ഥിച്ച ഒരു ക്രിസ്റ്റഫറിനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കുരിശിൻ്റെ യോഹന്നാനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അതുപോലെയല്ല എങ്കിലും യേശു നിന്നെ ഒരു നാളും കൈവിടില്ല. നിന്റെ പ്രതിസന്ധികളിൽ കൈവിടില്ല. ഈ പ്രത്യേകമായ വിധത്തിൽ ദൈവം നമ്മെ ധീരമായി നയിക്കുമെന്ന് വിശ്വസിക്കുക. അവഗണിച്ചവർ തന്നെ നിന്നെ പരിഗണിക്കും. പുറത്താക്കിയവർ തന്നെ നിന്നെ സ്വീകരിക്കും. പരിശ്രമങ്ങളെല്ലാം നിർത്തിവെക്കാൻ തോന്നുമ്പോഴും ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയാതെ മുന്നോട്ട് കരുത്തോടെ പ്രത്യാശയോടെ മുന്നേറാൻ ആരാണ് നിനക്ക് ശക്തി തരുന്നത്? അത് നമ്മുടെ ദൈവമായ കർത്താവാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ധീരതയോടെ മുന്നോട്ട് നീങ്ങുക. പരിശുദ്ധ അമ്മ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. വിശുദ്ധന്മാർ നിന്റെ ഭവനത്തിൽ കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കാൻ, ആശ്വസിപ്പിക്കാൻ, സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മേ, നിന്റെ സമ്മാനവും അനുഗ്രഹവും ഈ മക്കൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.